മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച തൃക്കരിപ്പൂർ എം.എൽ.എ. സന്ദീപ് വാര്യർ. ഇതിനു പിന്നാലെ തൃക്കരിപ്പൂർ മണ്ഡലം യു.ഡി.എഫ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രവർത്തകർ തമ്മിൽ തർക്കം. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനും വേണ്ടി വാദിച്ച് പ്രവർത്തകർ രംഗത്തു വന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടയിൽ കെ.സി. ബറ്റാലിയൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് സന്ദീപ് വാര്യർ കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്ന വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. കെ.സി. വേണുഗോപാലിന് എന്ത് അർഹത എന്നാണ് ഒരു മാധ്യമ സ്ഥാപനം ഇന്നലെ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അർഹത അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിയ ശേഷം രാജ്യത്ത് കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കാനും അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരാനും പ്രതിപക്ഷ കക്ഷികളെ ഒരുമിപ്പിക്കാനും അദ്ദേഹം നടത്തിയിട്ടുള്ള എഫർട്ട് ഉണ്ട്. അത് കാണാതെ പോകും. തൃക്കരിപ്പൂരിലെ യു.ഡി.എഫ് സൈബർ വിംഗ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദീപ് വാര്യരുടെ വീഡിയോ എത്തിയതോടെയാണ് പ്രവർത്തകർ തമ്മിൽ തർക്കമുടലെടുത്തത്. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത് വന്നു. വി.ഡി. സതീശനാണ് ജയിപ്പിച്ചത്, കെ.സി. വേണുഗോപാൽ അല്ലെന്നും നന്ദികേട് കാണിക്കരുതെന്നും സന്ദീപ് വാര്യരോട് ചിലർ. വി.ഡി. സതീശനെ പിന്തുണച്ചും പ്രവർത്തകർ എത്തിയതോടെ ഭിന്നിപ്പ് രൂക്ഷമായി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ കെ.സി. വേണുഗോപാലിനെ ജനങ്ങൾ തോൽപ്പിക്കുമെന്നടക്കം ഭീഷണി. അതാണ് ഇപ്പൊ വി.ഡി. സതീശൻ പോയിന്റെ അവസ്ഥയാകുമ്പോ വരുന്നത്. കോൺഗ്രസിന്റെ അപ്പീസ് പൂട്ടും. ഇത്ര നല്ല മെനക്കെട്ടിട്ട് ചങ്ങായി ലാസ്റ്റ് ഓനെ പിടിച്ച് ഇതെല്ലാതിന്റെ അവസ്ഥയാണ്. എല്ലാവരും മെനക്കെടുന്ന ആരുണ്ട് അവരെ ഏത് ഇങ്ങനെ പുറത്താക്കല്. തമ്മിൽ തല്ല് കണ്ട് ജനങ്ങൾ തന്നെ മടുത്തു കാണുമെന്ന് ആശങ്കപ്പെട്ട് പ്രവർത്തകരിൽ ചിലർ. ഇപ്പൊ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി ഇവർ ജയിക്കേണ്ടിയിരുന്നു. കാരണം ഇങ്ങനെ അടികൂടുന്ന ഇതല്ല പ്രശ്നം, ഇതാണ് പ്രശ്നം. ഇത് ഇവർ മൊത്തം കോളാക്കും. തെരഞ്ഞെടുപ്പിനായി തൃക്കരിപ്പൂരിൽ യു.ഡി.എഫ് പ്രവർത്തകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഗ്രൂപ്പിലാണ് പ്രവർത്തകർ തമ്മിൽ തർക്കം രൂക്ഷമായത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം നേതൃത്വത്തിൽ നിന്ന് താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിലേക്ക് വ്യാപിക്കുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.